ഏവർക്കും ക്രിസ്തു പഴയ നിയമത്തിൽ എന്ന പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം, എന്തുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചതിനു ശേഷവും റോമൻ പടയാളികളിലൊരാൾ യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയത്. ഇത് വെറുമൊരു യാദൃച്ഛിക സംഭവമാണോ, അതോ വേദപുസ്തകം ഒരു വലിയ രഹസ്യം നമ്മോട് തുറന്നു കാണിക്കുകയാണോ? വേദപുസ്തകത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് അവസാനം വരെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ വലിയ രഹസ്യത്തിലേക്കാണ് ഇന്ന് നാം ഈ പോഡ്കാസ്റ്റിലൂടെ സഞ്ചരിക്കുന്നത്. ആദ്യം പഴയ നിയമത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഉൽപ്പത്തി പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇവിടെ ഗാഢനിദ്രയ്ക്കായി ഉപയോഗിച്ച എബ്രായ വാക്ക് തർദേമ എന്നാണ്. ഈ വാക്ക് ഒരു സാധാരണ നിദ്രയേക്കാൾ ദൈവീകമായി പ്രചോദിപ്പിക്കപ്പെട്ട ഒരു അബോധാവസ്ഥയെ കാണിക്കുന്നു. ഇതേ വാക്കാണ് ഉൽപ്പത്തി 15-ാം അധ്യായത്തിൻ്റെ 12-ൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വചനം കൂടി വായിക്കാം. ഉൽപ്പത്തി 15:12. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. ഇവിടെയും തർദേമ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ത്രീയുടെ സൃഷ്ടിയിലേക്ക് വരാം. ഉൽപ്പത്തി 2-ാം അധ്യായത്തിലെ 23-ാം വാക്യം വായിക്കാം. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. ആദാമിന്റെയും ഹവ്വായുടെയും പാപവീഴ്ചയ്ക്ക് മുമ്പ് വരെ ഹവ്വായുടെ നാമം സ്ത്രീ എന്ന് മാത്രമായിരുന്നു. എബ്രായ ഭാഷയിൽ ഇഷ എന്ന പദമാണ് സ്ത്രീ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്കിനർത്ഥം ഭാര്യ എന്നാണ്. ഈ പദം ഇഷി അഥവാ ഇഷ് എന്ന പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത്. ഇഷ് അഥവാ ഇഷി എന്നതിനർത്ഥം ഭർത്താവ് അല്ലെങ്കിൽ എന്റെ പുരുഷൻ എന്നാണ്. ഈ പദം ഉപയോഗിച്ച ഒരു പഴയ നിയമഭാഗം നോക്കാം. ഹോശേയ 2:16 വായിക്കാം. അന്നാളിൽ നീ എന്നെ ബാലി എന്നല്ല ഈശി എന്ന് വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു നാൾ വരും, അന്ന് നിങ്ങൾ എന്നെ ഭർത്താവ് എന്ന് വിളിക്കും എന്ന് ഹോശേയ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളിച്ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ശമരിയ സ്ത്രീയുടെ 5 ഭർത്താക്കന്മാർ എന്ന പോഡ്കാസ്റ്റിൽ വിവരിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ആ പോഡ്കാസ്റ്റ് കൂടി കാണുവാൻ ശ്രമിക്കുക. വീണ്ടും ഉൽപ്പത്തി 2-ാം അധ്യായത്തിലേക്ക് വരാം. ഉൽപ്പത്തി 2:23. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. ഇവിടെ ആദാം സ്ത്രീയെ നോക്കി പറയുന്നു, നീ പുരുഷനായ ഇഷിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതിനാൽ നിന്റെ പേര് ഇഷ എന്നാകും. ആദാമിന്റെ തുണ അവനിൽ തന്നെ ദൈവം മറച്ചുവച്ചിരുന്നു. ഉൽപ്പത്തി 2-ാം അധ്യായത്തിലേക്ക് വീണ്ടും പോകാം. ഉൽപ്പത്തി 2:21. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. ഗാഢനിദ്രയ്ക്കും നിദ്രയ്ക്കും തമ്മിൽ വേദപുസ്തക പ്രകാരം വ്യത്യാസമുണ്ട്. നാം തുടക്കത്തിൽ വായിച്ച പോലെ ഗാഢനിദ്ര ദൈവീകമായി പ്രചോദിപ്പിക്കപ്പെട്ട ഒരു അബോധാവസ്ഥയെ കാണിക്കുന്നു. നിദ്ര എന്നത് മരണത്തിന്റെ പര്യായമായി പുതിയ നിയമ എഴുത്തുകാർ ഉപയോഗിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിലെ 11-ാം വാക്യം വായിക്കാം. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. മരിച്ചിട്ട് 4 ദിവസമായ ലാസറിനെയാണ് യേശു പറഞ്ഞത് അയാൾ ഉറങ്ങുകയാണെന്ന്. വേദപുസ്തകത്തിൽ ഉറക്കം മരണത്തിന്റെ ഒരു രൂപകമായി പ്രവർത്തിക്കുന്നു. മറ്റൊരു വചനം കൂടി വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷത്തിലെ 27-ാം അധ്യായത്തിലെ 52-ാം വാക്യം വായിക്കാം. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയിർത്തെഴുന്നേറ്റു. മരിച്ചവർ
നിദ്രാവസ്ഥയിലാണെന്നുള്ളത് വേദപുസ്തകത്തിലെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ്. മരിച്ചവരെ ഉറങ്ങുന്നവർ എന്ന് വേദപുസ്തകം എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ആരെങ്കിലും ഉറങ്ങുമ്പോൾ അവർ ഉണരുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഈ ഉറങ്ങുന്നവർ ലാസറിനെ ഉയിർപ്പിച്ച അതേ ശബ്ദം വീണ്ടും കേൾക്കുമ്പോൾ ശാരീരികമായി ഉണരും. യോഹന്നാൻ 5-ാം വാക്യം വായിക്കാം. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ഇവിടം വരെ നാം കേട്ടതിൻ്റെ സംഗ്രഹം ആദാമിൻ്റെ ഭാര്യയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദാമിനെ ഒരു ഗാഢനിദ്രയിലാക്കുന്നു. ആദാമിൻ്റെ ഭാര്യയല്ലേ ദൈവം എടുത്ത് അവൻ്റെ ഭാര്യയ്ക്ക് ജന്മം നൽകി. ഇനി നമുക്ക് ഈ സംഭവം എങ്ങനെ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് നോക്കാം. യോഹന്നാൻ 19:33-34 വാക്യങ്ങൾ വായിക്കാം. ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവന്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാൽ ഒടിച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്നു. അവൻ മരിച്ചുപോയി എന്ന് കാൺകയാൽ അവന്റെ കാൽ ഒടിച്ചില്ല. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. യേശുക്രിസ്തു മരിച്ചു എന്നറിഞ്ഞിട്ടും റോമൻ പടയാളി യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തി. സക്കറിയാവ് 12-10 വായിക്കാം. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കലേക്ക് അവർ നോക്കും. ഇതൊരു പ്രവചനമായിരുന്നു. ഈ പ്രവചനം നിറവേറാനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ല പടയാളി കുന്തം കൊണ്ട് കുത്തിയത്. മനുഷ്യന്റെ പ്രവൃത്തികളിൽ കൂടി ദൈവത്തിന്റെ ഉദ്ദേശ്യം നിറവേറുന്നതിന്റെ നല്ലൊരു ഉദാഹരണമാണിത്. യേശുവിന്റെ വിലാപ്പുറത്തുനിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. യേശുവിന്റെ രക്തം നമ്മെ പാപത്തിൽ നിന്നും മോചിപ്പിച്ച് ശുദ്ധീകരിക്കുന്നു. എബ്രായർ 9:22 വാക്യം വായിക്കാം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. മറ്റൊരു വചനം കൂടി വായിക്കാം. 1 യോഹന്നാൻ 1:7. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതേസമയം രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നുവെങ്കിൽ വെള്ളം നിത്യജീവനെ പ്രതീകപ്പെടുത്തുന്നു. യോഹന്നാൻ 4:14. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്ക് പൊങ്ങിവരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ 2 ഘടകങ്ങളും യഥാർത്ഥ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇവ രണ്ടും ക്രിസ്തുവിന്റെ മരണത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടു. ഇതാണ് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 15-45 വാക്യം വായിക്കാം. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദാമിനെ ഗാഢനിദ്രയിലാക്കി ആദാമിന്റെ വിലാപ്പുറത്തിലെ വാരിയെല്ലെടുത്ത് ആദാമിന്റെ ഭാര്യയെ സൃഷ്ടിച്ചു. ഇനി ക്രിസ്തുവിലേറ്റ് വന്നാൽ ദൈവം ക്രിസ്തുവിനെ നിദ്രയിലാക്കുന്നു. കാരണം മരണം നിദ്രയുടെ പ്രതീകമായി ഉപയോഗിച്ചിരിക്കുന്നതായി നാം വായിക്കുകയുണ്ടായി. നിദ്രയിലാത്തിയ യേശുവിന്റെ വിലാപ്പുറത്ത് റോമൻ പടയാളി കുന്തം കൊണ്ട് കുത്തപ്പെട്ടു. അവിടെ ഒന്നാമത്തെ ആദാമിന്റെ വിലാപ്പുറത്തു നിന്നും ആദാമിന്റെ ഭാര്യയെ സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ ഇവിടെ അവസാനത്തെ ആദാമിന്റെ വിലാപ്പുറം കുത്തപ്പെട്ടപ്പോൾ യേശുവിന്റെ മണവാട്ടിയായ സഭ സൃഷ്ടിക്കപ്പെടുന്നു. ആദാമിന്റെ നിദ്ര ക്രൂശിലെ യേശുവിന്റെ മരണത്തെ സൂചിപ്പിക്കുന്ന നിഴലായിരുന്നു. ആദാമിന്റെ ഭാര്യ ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയെ ചൂണ്ടിക്കാണിക്കുന്നു. സഭ ക്രിസ്തുവിന്റെ മണവാട്ടി എന്നതിന് അനേകം വചനങ്ങളുണ്ടെങ്കിലും ഒരു വചനം വായിക്കാം. പൗലോസ് കൊരിന്ത്യ സഭയ്ക്കെഴുതിയ 2 ലേഖനത്തിന്റെ 11 2 വായിക്കാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, കുഞ്ഞാട് യേശു ക്രിസ്തുവാണ്. അവന്റെ മണവാട്ടി സഭയും. ഉൽപ്പത്തിയിലേക്ക് വീണ്ടും പോകാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 23-24 വായിക്കാം. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി എന്നു പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും
അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഏകദേഹമായി തീരും. ഈ വചനം എങ്ങനെ ക്രിസ്തുവും സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നോക്കാം. പൗലോസ് എഫ്രേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 5-ാം അധ്യായത്തിലെ 31 32 വായിക്കാം. അതു നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ആദാം ഹവ്വാ ബന്ധം ക്രിസ്തുവും സഭയും എന്ന വലിയ രഹസ്യത്തിന്റെ നിഴലായിരുന്നു. പഴയ നിയമ സംഭവങ്ങളുടെ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ക്രിസ്തുവിൽ വെളിപ്പെടുന്നു. ഏദൻ തോട്ടത്തിൽ ആദ്യ ആദാം ഗാഢനിദ്രയിൽ വീണു. അവന്റെ വശത്തിൽ നിന്നും അവന്റെ മണവാട്ടി ജനിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഗോൽഗോഥായിൽ ഒടുക്കത്തെ ആദാം നിദ്രയിൽ വീണു. അവന്റെ വശത്തുനിന്ന് അവന്റെ മണവാട്ടിയായ സഭയും ജനിച്ചു. ആദ്യ ആദാമിൽ ഒരു മണവാട്ടി സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ അവസാനത്തെ ആദാമിൽ നിന്ന് ആ മണവാട്ടി വീണ്ടെടുക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ മരണമില്ലാതെ പാപമോചനമോ പുനരുത്ഥാനമോ ഇല്ല. ഇവ രണ്ടുമില്ലെങ്കിൽ സഭയുമില്ല. വെളിപ്പാട് പുസ്തകത്തിൽ ഭാവിയിൽ സഭയ്ക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള വചനം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വെളിപ്പാട് 19:7. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ക്രൂശ് ഒരു മരണത്തിന്റെ കഥയല്ല, അത് ഒരു വിവാഹത്തിന്റെ തുടക്കം മാത്രമായിരുന്നു.